ബാങ്ക് മാനേജരോട് സംസാരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അയ്യോ അങ്ങനെ പറയരുത്. അതിന് മറുപടിയായി മാനേജർ പറയുന്നു, ഞാൻ വിചാരിച്ചതുപോലെ പണം മറിക്കാൻ സാധിച്ചില്ല. എങ്കിൽ സാരമില്ല, 2-3 ദിവസം കഴിഞ്ഞു തന്നാലും മതി. അത് 1 മാസത്തേക്ക് ടൈറ്റ് ആണ് മാഡം. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, നിങ്ങൾ വിളിച്ചപ്പോഴും കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴും ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞ തുക നിസ്സാരമാണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണ് കരുതിയത്, പക്ഷെ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ഒന്ന് സംശയിച്ച് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, മാറി മറിഞ്ഞതാണോ അതോ മാറ്റിമറിച്ചതാണോ? അതെന്താ മാഡം അങ്ങനെ പറഞ്ഞത്? ദേഷ്യത്തോടുകൂടി ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എനിക്കറിയാം ഇതിനു പിന്നിൽ ആരാണെന്ന്. സദാനന്ദൻ വിളിച്ചു പറഞ്ഞു കാണും, കാലണ എനിക്ക് തരരുതെന്ന്. ഞാൻ വെറുതെ അല്ലല്ലോ പണം ആവശ്യപ്പെട്ടത്, പലിശക്കല്ലേ. അവസാനം ഞാൻ വന്നപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു താൻ പറഞ്ഞത്. എന്നെ ഒരുപാട് പുകഴ്ത്തുകയും ചെയ്തു. എന്താവശ്യം വന്നാലും അത് മാറ്റിവെക്കാതെ ഇതിന് നന്ദി കാട്ടുമെന്നും പറഞ്ഞിരുന്നു. എന്നിട്ട് സമയം വന്നപ്പോൾ ഇതുപോലെ മലക്കം മറിഞ്ഞെങ്കിൽ അതിനു പിന്നിൽ തീർച്ചയായും ഒരാളിന്റെ സ്വാധീനമുണ്ട്. ലക്ഷങ്ങൾ ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന സദാനന്ദൻ തന്നെയായിരിക്കും ഇതിനു പിന്നിൽ. മാനേജർ പറയുകയാണ്, ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല മാഡം. ഞങ്ങളെ പോലുള്ളവർക്ക് ഈ സ്ഥാപനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ അവരെ പോലുള്ള മേലാളന്മാരുടെ സപ്പോർട്ട് ഉണ്ടായേ മതിയാകൂ. അവരെ ശത്രുക്കളാക്കിക്കൊണ്ട് ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അവര് വിചാരിച്ചാൽ നാളെ ഇത് പൂട്ടേണ്ടി വരും. സദാനന്ദൻ മുതലാളി ഇവിടെ നിന്നും പിൻവാങ്ങുമ്പോൾ ഇവിടെയുള്ള പല കസ്റ്റമേഴ്സിനെയും പിന്തിരിപ്പിക്കാൻ അയാൾ വിചാരിച്ചാൽ സാധിക്കും. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ലല്ലോ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഈ സദാനന്ദനോട് പൊരുതി തന്നെയാണ് ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നത്. എന്നിട്ട് എന്തായി മാഡം, ഉള്ള ജോലി പോയില്ലേ? അതുകൊണ്ടല്ലേ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ടൈറ്റ് ആയത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, കൈക്കൂലി വാങ്ങാത്തത് കൊണ്ട് എനിക്ക് കിട്ടുന്ന ശമ്പളം മക്കളെ പഠിപ്പിക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമേ കഴിഞ്ഞിരുന്നുള്ളൂ. അച്ഛനമ്മമാർക്ക് ജോലി ഉണ്ടെങ്കിലും പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ അതുകൊണ്ടൊന്നും കഴിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ വന്ന പയ്യനൊരു നല്ല പയ്യനായതുകൊണ്ടാണ് കടം വാങ്ങിയിട്ടാണെങ്കിലും ഈ കല്യാണം നടത്താമെന്ന് ഞാൻ തീരുമാനിച്ചത്. മാനേജർ പറയുകയാണ്, ഞാൻ വേണമെങ്കിൽ എനിക്ക് പരിചയമുള്ള മറ്റാരോടെങ്കിലും മാഡത്തിനെ ഒന്ന് സഹായിക്കാൻ പറയാം. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അയാളെയും സദാനന്ദൻ വിലക്കിയാലോ? അയാളാണല്ലോ ഈ വീടിന്റെ നാഥൻ. അപ്പോൾ പിന്നെ സഹായിച്ചൊന്നും വരില്ല. ഒരുപാട് പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അത് തുടക്കത്തിലെ പാളിപ്പോയതിൽ ഒരുപാട് വേദനയുണ്ട്. ഈ വിവാഹം മുടങ്ങിയാൽ സദാനന്ദനും മോനുമൊക്കെ പാർട്ടി നടത്തി ആഘോഷിക്കാം. അതൊക്കെ എത്ര നാൾ നിലനിൽക്കും ജനാർദ്ദന? എന്റെ കാര്യം വിട്ടേക്ക്. പക്ഷേ നല്ലൊരു കുടുംബജീവിതം സ്വപ്നം കണ്ടിരിക്കുകയാണ് എന്റെ മോള്. കുട്ടിയാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും ഇതിനോടകം അവൾ ഒരുപാട് വേദനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മോളെ ഇഷ്ടപ്പെട്ടു വന്ന ആൾ ഞാൻ പറഞ്ഞല്ലോ വളരെ നല്ലൊരു പയ്യനാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞ് ഒരുപാട് മോഹിച്ചുപോയി എന്ന് സങ്കടത്തോടുകൂടി പറയുകയാണ് ഭാഗ്യലക്ഷ്മി. സ്വപ്നം കണ്ടുപോയി, അതിന്റെ കുറച്ച് വേദനയുണ്ട് എനിക്ക്. എല്ലാത്തിനും ഒരു വിധിയുണ്ടല്ലോ. സദാനന്ദനെ വിളിക്കുകയോ അയാളെ കാണുകയോ ചെയ്യുമെങ്കിൽ പറഞ്ഞേക്ക്. ഒരു പെൺകൊച്ചിന്റെ കൂടി കണ്ണീരും വേദനയും അയാളുടെയും അയാളുടെ മോന്റെയും പിന്നാലെ ഉണ്ടെന്ന്. അത്രയും പറഞ്ഞ് അവിടെ നിന്നും ദേഷ്യപ്പെട്ടിറങ്ങുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് കാണിക്കുന്നത് ജയലാലിനോട് സംസാരിക്കുന്ന ജഗനെയാണ്. ജഗൻ പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ അവിചാരിതമായിട്ടാണ് നിങ്ങൾ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ അനിയത്തിയുമായി ഞാൻ പരിചയത്തിലായത്. പക്ഷെ സദാനന്ദന്റെയും അവന്റെ മോന്റെയും വിചാരം ഞങ്ങൾ തമ്മിൽ വർഷങ്ങളുടെ ബന്ധമുണ്ടെന്നാണ്. എന്നെ അവളുടെ ബോഡി ഗാർഡായിട്ട് നിയമിച്ചിരിക്കുകയാണെന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഞാനത് തിരുത്താനൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരു ഭയം അവരുടെ ഉള്ളിൽ കിടന്നെങ്കിൽ മാത്രമേ ആ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ കല്യാണം നടക്കൂ. ജയലാൽ പറയുകയാണ്, എന്തൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഞാൻ ഒരിക്കലും എന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറില്ല. നിങ്ങളൊക്കെ കരുതുന്നതിനേക്കാളും ഭയത്തിലാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഭയം കൊണ്ട് കല്യാണമേ വേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്റെ അമ്മയുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു പെൺകുട്ടി ആ വീട്ടിലേക്ക് വന്നാൽ ഒരിക്കലും അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കൂടിപ്പോയാൽ 6 മാസം, അത്രയുമായിരിക്കും നമ്മുടെ ദാമ്പത്യത്തിന്റെ ആയുസ്. അതുകൊണ്ടാണ് ഞാൻ പെണ്ണ് കാണാൻ പോലും പോകാത്തത്. ആ സമയത്താണ് ഡോക്ടർ ഇക്ബാൽ എന്നോട് ദീപയുടെ കാര്യം പറയുന്നത്. ആ കുടുംബത്തെ നന്നായിട്ട് അറിയാവുന്ന അടുത്ത സുഹൃത്താണ് ഡോക്ടർ. പിന്നെ ദീപയ്ക്കുണ്ടായ തകർച്ചയെപ്പറ്റിയും അറിയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ദീപയോടും ദീപയുടെ അമ്മയോടുമൊക്കെ സഹതാപമാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഞാൻ തേടി നടന്നത്. അതുകൊണ്ടാണ് രണ്ടാമതൊന്നും ആലോചിക്കാതെ ഡോക്ടർക്കൊപ്പം പോയി പെണ്ണ് കാണാൻ തീരുമാനിച്ചത്. ജഗൻ ചോദിക്കുകയാണ്, ആ തീരുമാനം തെറ്റിയെന്ന് ഇപ്പോഴും തോന്നുന്നില്ലല്ലോ? തോന്നാത്തത് കൊണ്ടാണ് അങ്ങോട്ടവരെ സഹായിച്ചിട്ടാണെങ്കിലും എനിക്ക് ദീപയെ വേണമെന്ന് തോന്നുന്നത്. ചിരിച്ചുകൊണ്ട് ജഗൻ പറയുകയാണ്, നിങ്ങളുടെ തീരുമാനം 100% ശരിയാണ്. എനിക്ക് ദീപയെ വലിയ പരിചയമൊന്നും ഇല്ല. എന്നാൽ അനിയത്തിക്കുട്ടിയെ നന്നായിട്ടറിയാം.
ദിയ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ പഠിക്കുന്ന കോളേജിൽ ദീപയെ പോലെ ഒരു പാവപ്പെട്ട പെൺകുട്ടി വേറെയില്ല. ജയലാൽ പറയുകയാണ്, എത്ര സാധുക്കളായ പെൺകുട്ടികളാണെന്ന് പറഞ്ഞാലും ചതിക്കാൻ ആളുണ്ടെങ്കിൽ അവർ ചില സമയത്ത് പേരുദോഷം കേൾക്കേണ്ടി വരും. ജഗൻ പറയുകയാണ്, ഒരു പെൺകുട്ടിക്ക് കേൾക്കാവുന്നതിലപ്പുറം ചീത്തപ്പേരാണ് ഇപ്പോൾ ദീപയ്ക്ക് കിട്ടിയിരിക്കുന്നത്. സാധാരണ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആത്മഹത്യയെക്കുറിച്ചായിരിക്കും ആദ്യം ചിന്തിക്കുക. ജയലാൽ പറയുകയാണ്, പലതവണ ദീപ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്ന് ദീപയുടെ അമ്മ പറഞ്ഞു. പിന്നെ അമ്മയും അനിയത്തിയും ആത്മവിശ്വാസം കൊടുത്തിട്ടാണ് ദീപയെ പിടിച്ചു നിർത്തിയത്. ജയലാലിന്റെ തോളിൽ കൈവച്ച് ജഗൻ പറയുകയാണ്, ഇനിയിപ്പോൾ ജയലാൽ വേണം ദീപയ്ക്ക് ധൈര്യം കൊടുക്കാൻ. പിന്നെ നിങ്ങൾക്ക് പുറത്തുനിന്ന് എന്ത് പ്രശ്നമുണ്ടായാലും എന്റെ ഫോൺ നമ്പർ കയ്യിലുണ്ടല്ലോ, എന്നെ വിളിച്ചാൽ മതി. ഞാനില്ലെങ്കിൽ എന്റെ കൂട്ടുകാർ വരും. കല്യാണം വരെ ഒരുത്തനും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ജയലാൽ പറയുകയാണ്, എനിക്ക് പേടിയൊന്നും ഇല്ല. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് പോലീസുകാരെയോ ഗുണ്ടകളെയോ ഒന്നുമല്ല, എന്റെ അമ്മയെ തന്നെയാണ്. അത് അത്ഭുതത്തോടുകൂടി കേൾക്കുകയാണ് ജഗൻ. അമ്മയുടെ സ്വഭാവം ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ചിരിച്ചുകൊണ്ട് ജഗൻ പറയുകയാണ്, പിന്നെ അന്ന് അതുപോലെയല്ലേ കാറിൽ നിന്നും ചാടി ഇറങ്ങി വന്നത്? എന്റെയും ബിനുവിന്റെയും കർണത്തടിച്ചിട്ട് പോയത്. അത് ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചതും അല്ല. ജയലാൽ ചോദിക്കുകയാണ്, അന്ന് എന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ അമ്മയ്ക്ക് തിരിച്ചടി ഉറപ്പായിരുന്നേനെ അല്ലേ? ജഗൻ പറയുകയാണ്, ഞാനല്ലെങ്കിലും പെണ്ണുങ്ങളെ അങ്ങനെ കൈവയ്ക്കാറില്ല. പലപ്പോഴും സ്ത്രീകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരുടെ വീട് കയറി ആണുങ്ങളെയാണ് അടിച്ചിട്ടുള്ളത്. അല്ലാതെ അവരുടെയും പെൺകുട്ടികളുടെയും ദേഹത്ത് കൈവയ്ക്കാൻ എന്റെ മനസ്സ് അനുവദിച്ചിട്ടില്ല. പിന്നെ തിരിച്ചു തല്ലത്തൊന്നുമില്ല. പിന്നെ വീടൊക്കെ ഒന്നറിഞ്ഞു വയ്ക്കും. അപ്പോൾ ഏതായാലും ആ കുടുംബത്തിന് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന എല്ലാ സഹായത്തിനും എന്റെ സപ്പോർട്ട് ഉണ്ടാകും. മാന്യമായിട്ട് ജീവിക്കുന്നവർക്കും ആരെങ്കിലുമൊക്കെ തുണയായിട്ട് വേണമല്ലോ. ഞാനൊരു ഗുണ്ടയായി പോയത് കൊണ്ട് കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയുമോ എന്ന് അറിയില്ല. എങ്കിലും ഞങ്ങൾ പുറത്തൊക്കെ ചുറ്റിത്തിരിഞ്ഞ് ഉണ്ടാകും. ജയലാൽ പറയുകയാണ്, അതിന്റെ ആവശ്യമൊന്നും ഇല്ല, അകത്ത് തന്നെ ഇരിക്കാം. ജയിൽപുള്ളിയെന്നും ഗുണ്ടയെന്നുമൊക്കെ പേര് വീണു പോയില്ലേ ജയലാലേ? അതിന് ഏതായാലും മരണം വരെ കൂടെ തന്നെ കാണും. കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എന്നാലും നല്ല നല്ല കുടുംബങ്ങൾ തകരാതിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ശരി, കാണാം എന്ന് പറഞ്ഞ് ജയലാലിന് കൈകൊടുത്ത് പിരിയുകയാണ് ജഗൻ. പിന്നീട് കാണിക്കുന്നത് വിജയകുമാറിന്റെ വീടാണ്. അവിടെ പുറത്തേക്ക് പോകാനായി വിജയകുമാർ കാറിലേക്ക് കയറാനായി ഒരുങ്ങുമ്പോൾ ബാങ്കിൽ നിന്നും മടങ്ങിയെത്തുകയാണ് ഭാഗ്യലക്ഷ്മി. വിജയകുമാറിനെ കണ്ട് മൈൻഡ് ചെയ്യാതെ ഭാഗ്യലക്ഷ്മി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വിജയകുമാർ പറയുകയാണ്, ഒരു മിനിറ്റ്. പലിശയ്ക്ക് പണം കടമെടുക്കുന്ന ഭാര്യം എന്റെ ഭാര്യയ്ക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ തുടങ്ങി. മോളുടെ കല്യാണം അടുത്തപ്പോൾ. ആട്ടെ, എന്തായി? ഫിനാൻസ് മുതലാളിമാരൊക്കെ സഹായിച്ചോ? എടി, സദാനന്ദനെ പിണക്കി കഴിഞ്ഞാലേ നിനക്ക് ഈ നാട്ടിൽ നിന്നും പലിശയ്ക്ക് പോലും ആരും കടം തരില്ല. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, ഓഹോ, അപ്പോഴേക്കും ന്യൂസ് ഇങ്ങെത്തി അല്ലേ? പൂവ്, സദാനന്ദൻ എന്നെ വിളിച്ചിരുന്നു. വെറുതെ പൈസയ്ക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കാതെ ഭാര്യയോട് വീട്ടിലിരിക്കാൻ പറഞ്ഞു. ഭാഗ്യലക്ഷ്മി ദേഷ്യപ്പെടുകയാണ്, അത് പറയാൻ അവനാരാ? എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണേണ്ടവരെയൊക്കെ ഞാൻ പോയി കാണും. കണ്ടിട്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ ഭാര്യയെ. പിന്നെ വെറുതെ ഇങ്ങനെ വെയിലും കൊണ്ട് ചുറ്റിത്തിരിയുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, കുടുംബനാഥൻ കുടുംബം നോക്കാൻ കഴിവില്ലാത്തവനാണെങ്കിൽ വീട്ടിലെ പെണ്ണുങ്ങൾ ആവശ്യം നടക്കാൻ വേണ്ടി പലരെയും പോയി കണ്ടെന്നു വരും. പതിയെ വിജയകുമാർ പറയുകയാണ്, ഇനിയിപ്പോൾ നിന്റെ രഹസ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പോയി ചോദിക്ക്. ഡോക്ടർ ഇക്ബാൽ ഉൾപ്പെടെ കുറെ പേർ ഉണ്ടല്ലോ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഈ പറഞ്ഞത് എന്റെ ഭർത്താവല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തെരുപ്പൂരി ഞാൻ കരണത്ത് കൊടുത്തേനെ. നീ എന്നെ കൈകൊണ്ട് തല്ലുന്നില്ല എന്നേ ഉള്ളൂ. അതിനേക്കാളും പവർഫുള്ളായ വാക്കുകൾ കൊണ്ട്, നാവ് കൊണ്ട് തല്ലുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഏതു നേരവും ചിലച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഈ വീടിനു വേണ്ടി നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് മറ്റാരെക്കാളും ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത് നിങ്ങൾ തന്നെയാണ്. അതറിയാവുന്നത് കൊണ്ടാണ് സ്വന്തം കുറ്റം മറച്ചു വെക്കാൻ വേണ്ടി ഏതു നേരവും എന്നെ തെറ്റുകാരിയാക്കി ചിത്രീകരിക്കുന്നത്. ഞാൻ വഴിതെറ്റി നടക്കുന്നവളാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആകുമല്ലോ. വിജയകുമാർ പറയുകയാണ്, നീ അന്ന് കോടതിയിൽ ഹാജരായില്ല എങ്കിൽ, കാർത്തി ജയിലിൽ ആയില്ല എങ്കിൽ എനിക്ക് നേരെ സദാനന്ദൻ മുൻപിലേക്ക് ചെല്ലാമായിരുന്നു. എന്തിന്? പലിശ പോലും ഇല്ലാതെ ലക്ഷങ്ങളായാൽ എന്റെ കൈവെള്ളയിൽ വച്ചു തന്നേനെ. സാധുക്കളുടെ കണ്ണീര് വീണ അവനെ പോലെ ഒരുത്തൻ തരുന്ന പണം എനിക്ക് വേണ്ട. എന്റെ മകളുടെ കല്യാണം നടത്താൻ അതെനിക്ക് വേണ്ട. വിജയകുമാർ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, പിന്നെ നീ എങ്ങനെ ഈ കല്യാണം നടത്തുമെടി? എന്റെ അച്ഛൻ അട്ടിയട്ടിയായിട്ട് പൈസ എടുത്ത് വച്ചിരിക്കുകയാണോ? എന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. കാണുമ്പോൾ തന്നെ കൊച്ചുമക്കൾക്ക് എന്തെങ്കിലും കയ്യിൽ വെച്ച് കൊടുക്കാറും ഉണ്ട്. നിന്നെ ജനിപ്പിച്ച ഒരുത്തനുണ്ടല്ലോ, ഇങ്ങോട്ട് കാണാറ് പോലും ഇല്ല. 40 സെന്റ് ഒഴിച്ചിട്ടിട്ടുണ്ട്. അതിൽ 10 സെന്റ് നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അത് വിറ്റ് തരാൻ പറയും നിന്റെ തന്തപ്പടിയോട്.
അതൊന്നും ചെയ്യാതെ നാട് നീളെ തെണ്ടുകയാണ് മോളുടെ കല്യാണം നടത്താൻ. 101 പവനും 25 ലക്ഷം രൂപയുമാണ് കൊടുക്കേണ്ടത്. നീ ഈ പറയുന്ന സൽപുത്രനെ മരുമോനായിട്ട് കിട്ടാൻ. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നീ എത്ര കിടന്ന് നെട്ടോട്ടം ഓടിയാലും അത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. പിന്നെ പെണ്ണിന്റെ ശരീരത്ത് 100 പവൻ കണ്ടില്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാവുന്നവരാണ് ആ പെമ്പറന്നോര്. അതോടുകൂടി അവനെയും വിളിച്ചുകൊണ്ട് അവർ അങ്ങ് പോകും. അതുകൊണ്ട് നീ അവരോട് വിളിച്ച് കാര്യം പറയുക. അവർ പറഞ്ഞതൊന്നും തരാൻ പറ്റില്ല എന്ന് ഭാഗ്യലക്ഷ്മി പറയുകയാണ്. അതിനു മുൻപ് നിന്നെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. ഈ കല്യാണം എന്തായാലും ഞാൻ നടത്തും. എന്റെ മോൾക്ക് ജയലാലിനേക്കാൾ നല്ലൊരു പയ്യനെ കണ്ടെത്താൻ എനിക്കിനി കഴിയില്ല. അതിന് കഴിയുന്ന ഒരാളുമല്ല എന്റെ കൂടെയുള്ള ഒരാൾ. എന്റെ ആത്മവിശ്വാസം കൂടി തല്ലിക്കെടുത്തുന്ന ഒരാളാണ്. ആ ബോധം നല്ലതുപോലെ എനിക്കുള്ളത് കൊണ്ട് ജയലാലിന്റെ അമ്മ ആവശ്യപ്പെട്ടതൊക്കെ കൊടുത്ത് എന്റെ മോളെ ഞാൻ പറഞ്ഞയക്കും. അത്രയും പറഞ്ഞ് ഭാഗ്യലക്ഷ്മി അകത്തേക്ക് കയറി പോകുമ്പോൾ വിജയകുമാർ പറയുകയാണ്, നടന്നത് തന്നെ. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. പിന്നീട് കാണിക്കുന്നത് സദാനന്ദന്റെ വീടാണ്. അവിടെ കാർത്തിയോട് സംസാരിക്കുകയാണ് സദാനന്ദൻ പറയുകയാണ്, അറിഞ്ഞില്ലേ, മോളുടെ കല്യാണം നടത്താൻ വേണ്ടി പണം പലിശക്കെടുക്കാനായി ഫിനാൻസ് മാനേജറുടെ അടുത്തേക്ക് അമ്മ പോയി. അവൾ ഒരുപാട് പാടുപെടും മക്കളെ ഒരു നിലയിൽ എത്തിക്കാൻ. ഇതൊക്കെ കേട്ട് ചിരിച്ച് കാർത്തി ചോദിക്കുകയാണ്, സമയത്ത് അവര് സസ്പെൻഷനിലും ആയല്ലോ. സദാനന്ദൻ പറയുകയാണ്, ജോലി പോയെങ്കിലും അതിനുശേഷം എനിക്ക് തല്ല് കിട്ടിയത് കൊണ്ട് അവൾക്കൊരു സമാധാനമായി കാണും. തല്ലെനിക്ക് കിട്ടിയെങ്കിലും അവൾക്ക് വേദനയാണ് പെൺമക്കളുടെ ഭാവി ഇല്ലാതാകുന്നതിലൂടെ. ഇത് കേട്ട് അകത്തു നിന്നും വന്ന കാർത്തിയുടെ അമ്മ പറയുകയാണ്, നിങ്ങൾക്ക് പെൺമക്കൾ ഇല്ലാതായിപ്പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം കണ്ണിൽ ചോരയില്ലാതെ നിങ്ങൾ സംസാരിക്കില്ലായിരുന്നു. സദാനന്ദൻ ചന്ദ്രമതിയോട് ചൂടാവുകയാണ്, വിളിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ വരരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ചന്ദ്രമതി പറയുകയാണ്, അച്ഛനും മോനും കൂടി വേണ്ടാത്തത് പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ എനിക്ക് പൊട്ടൊന്നും ഇല്ല. അച്ഛനും നാളെ കല്യാണം കഴിക്കും. ഒരു പെൺകൊച്ചും ഈ വീട്ടിനകത്തേക്ക് വരും മരുമകളായിട്ട്. അവൾക്കൊരിക്കലും അച്ഛന്റെയും മോന്റെയും പ്രവർത്തികൾ സഹിക്കാൻ പറ്റില്ല. ചാടി എഴുന്നേറ്റ് കാർത്തി പറയുകയാണ്, സഹിക്കാൻ പറ്റാത്തവളെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവിടും. ഇവിടെ അച്ഛന്റെ പ്രവർത്തികൾ എങ്ങനെയാണോ അമ്മ സഹിക്കുന്നത്, അതുപോലെ നിൽക്കുന്നവൾ ഈ വീടിന്റെ മരുമകളായിട്ട് വന്നാൽ മതി. സദാനന്ദൻ പറയുകയാണ്, നിനക്കറിയാമോ, എനിക്ക് തല്ലുകൊണ്ടപ്പോൾ പോലും ഇവരുടെ മനസ്സിനകത്ത് അത് നന്നായി പോയി എന്ന ചിന്തയായിരുന്നു. പുറമേ സങ്കടം കാണിച്ചെങ്കിലും ഉള്ളിൽ അവൾ സന്തോഷിക്കുന്നത് ഞാൻ തൊട്ടറിഞ്ഞതാണ്. ചന്ദ്രമതി പറയുകയാണ്, അച്ഛനും മകനും മറ്റുള്ളവർ വേദനിക്കുന്നത് കാണുമ്പോൾ കണ്ട് സന്തോഷിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ദൈവം ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ രണ്ടാളും കൂടി ചെയ്യുന്നത്. ആടിന്റെയും മാടിന്റെയും ഒക്കെ കഴുത്തറുക്കാം, പക്ഷെ അതുപോലെ മനുഷ്യന്റെ കഴുത്ത് അറുക്കാൻ പറ്റുമോ? പാവപ്പെട്ട പെൺകുട്ടികളെ പോലും ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു അച്ഛനും മോനും. ഇടിയെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെന്ന് ചന്ദ്രമതിയുടെ കഴുത്തിന് പിടിക്കുകയാണ് സദാനന്ദൻ. കാർത്തി പറയുകയാണ്, വേണ്ടച്ച വിട്ടേര്. അത് കേട്ട് സദാനന്ദൻ പിടിവിട്ട് പറയുകയാണ്, എന്റെ മുൻപിൽ നിന്നും പോയോ. ലോട്ടറി വിറ്റ് നടന്ന അട്ടിക്ക് വകയില്ലാത്ത ഒരു വായുനോക്കിയുടെ മകളെ കെട്ടിക്കൊണ്ടുവന്ന് കെട്ടിലമ്മയാക്കിയതും പോരാ, അവൾ എന്നെ ഉപദേശിക്കാൻ വരികയാണ്. ഇനി ഞങ്ങളുടെ സംസാരത്തിനിടയ്ക്ക് വലിഞ്ഞു കയറി വന്നാൽ ഈ പറഞ്ഞ പോലെ കഴുത്തറുക്കും ഞാൻ. എന്നിട്ട് അടുത്ത കർക്കിടകത്തിൽ ബലിയിട്ട് ആ പാപം തീർക്കും ഞാൻ. പൊയ്ക്കോ അവിടെന്ന്. കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് ചന്ദ്രമതി. അവൾ വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് സദാനന്ദൻ. കാർത്തി ചോദിക്കുകയാണ്, അമ്മയുടെ സ്വഭാവം അച്ഛൻ അറിയാമല്ലോ, പിന്നെന്തിനാണ് അച്ഛൻ കിടന്ന് ദേഷ്യപ്പെടുന്നത്? എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് അവളുടെ ഒടുക്കത്തെ ഒരു സംസാരം. വീട്ടിനു പുറത്ത് ഒരു വില്ലേജ് ഓഫീസറെ കൊണ്ട് പൊറുതിമുട്ടി. ഇപ്പോ തെണ്ടി തിരികെയാണെങ്കിലും ചെയ്യാവുന്ന ദ്രോഹങ്ങളൊക്കെ ചെയ്തു. അതിന്റെ കൂടെ വീടിനകത്തും സ്വസ്ഥത കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് അമ്മയില്ല എന്ന് ഞാൻ കരുതിക്കോളാം. പിന്നീട് കാണിക്കുന്നത് വീടിനകത്ത് ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഭാഗ്യലക്ഷ്മിയാണ്. ഇത് കണ്ട് ദീപ ചോദിക്കുകയാണ്, പുറത്തു പോയിട്ട് വന്ന അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചല്ലോ, എന്തു പറ്റി? ഉറപ്പിച്ചു തന്നെ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എന്തു വന്നാലും എവിടെ നിന്നെങ്കിലും എനിക്കുള്ള പണം ഞാൻ കണ്ടെത്തും. എല്ലാവരും പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുന്നവർ അല്ലല്ലോ. ദീപ ചോദിക്കുകയാണ്, ഫിനാൻസിലേക്ക് പോയിട്ട് അയാൾ പൈസ തന്നില്ലേ? ഇല്ല മോളെ, അയാൾ വാക്ക് പാലിച്ചില്ലെങ്കിലും നമുക്ക് വാക്ക് പാലിച്ചല്ലേ പറ്റൂ. സദാനന്ദനുമായിട്ട് അടുപ്പമുള്ള ആൾക്കാരാണ് മിക്ക ഫിനാൻസുകാരും. അതാണിപ്പോഴത്തെ എന്റെ തലവേദന. അവനും അവന്റെ മോനും കല്യാണം മുടക്കാൻ വേണ്ടി നെട്ടോട്ടമോടുകയല്ലേ. ദീപ പറയുകയാണ്, അമ്മ ഒരുപാട് സ്ട്രെയിൻ എടുക്കണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞതല്ലേ. പയ്യൻ അങ്ങനെ പറയൂ, പക്ഷെ അമ്മയ്ക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നേരം ഭാഗ്യലക്ഷ്മിയുടെ ഫോൺ അടിക്കുകയാണ്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ദേ അടുത്ത വിളി വരുന്നു, പൈസക്കാണ്, നിന്റെ ചേട്ടനാണ് വിളിക്കുന്നത്. ഫോൺ എടുത്ത് ഭാഗ്യലക്ഷ്മി ദേഷ്യപ്പെടുകയാണ്, എടോ ദിലി, ഞാനിവിടെ കല്യാണത്തിനുള്ള പൈസയ്ക്ക് വേണ്ടി ആകെ പരക്കം പാച്ചിലാണ്.
അതിനിടയ്ക്ക് നീ എന്റെ തലയ്ക്ക് ഭാരം കൂട്ടല്ലേ. ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഭാഗ്യലക്ഷ്മി. ഒന്ന് സഹായിക്കാനും നമ്മൾ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇടന്ന് ഓടുമ്പോൾ ഒന്ന് തുണയ്ക്കാനും ഒരാൺതുണ വീട്ടിലുണ്ടെങ്കിൽ വലിയ ആശ്വാസമാണ് മോളെ. എന്നിട്ട് സങ്കടത്തോടുകൂടി ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഞാൻ അവനോട് ഒത്തിരി കടുപ്പിച്ചല്ലേ സംസാരിച്ചത്. ആണോ മോളെ, പെട്ടെന്നുള്ള ടെൻഷനില്ല, ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാണ്. സങ്കടപ്പെട്ട് വീണ്ടും ഭാഗ്യലക്ഷ്മി ഫോൺ എടുത്ത് ദിലിയെ തിരിച്ചു വിളിക്കുകയാണ്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അവൻ കട്ട് ചെയ്ത് കളഞ്ഞു. പൈസയ്ക്ക് വേണ്ടി അവൻ വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചൂടാവാറില്ലല്ലോ. അവൻ ഒരുപാട് സങ്കടമായി കാണും. ദീപ പറയുകയാണ്, വിവാഹത്തിനായാലും പഠിക്കുന്ന കാര്യത്തിലായാലും അമ്മയെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നേ ഞാനും ദിയയും ചിന്തിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് സാലറിയൊക്കെ കിട്ടുമ്പോൾ അതിലൊരു പങ്ക് അമ്മയ്ക്ക് തരണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.